ഓം ശാന്തി 29/10/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഓരോരുത്തരെയും സ്വർഗവാസിയാക്കണം. നിങ്ങൾ എല്ലാവരുടെയും മംഗളം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കർത്തവ്യമാണ് ദരിദ്രരെ ധനവാനാക്കുക. ചോദ്യം: ബാബയുടെ ഏത് പേര് വളരെ സാധാരണമാണ്, എന്നാൽ കർത്തവ്യം വളരെ മഹത്തരമാണ്? ഉത്തരം: ബാബയെ പറയുന്നു പൂന്തോട്ടക്കാരൻ, തോണിക്കാരൻ. ഈ പേര് എത്ര സാധാരണമാണ്, എന്നാൽ മുങ്ങിത്താഴുന്നവരെ അക്കരയ്ക്ക് കൊണ്ടുപോകുക ഇതെത്ര ശ്രേഷ്ഠമായ കർത്തവ്യമാണ്. ഏതുപോലെയാണോ നീന്തൽ വിദഗ്ധർ പരസ്പരം തങ്ങളുടെ കൈ നൽകി അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ ബാബയുടെ കൈ ലഭിക്കുന്നതിലൂടെ നിങ്ങൾ സ്വർഗവാസിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങളും മാസ്റ്റർ തോണിക്കാരാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും തോണി അക്കരെ എത്തിക്കുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഓം ശാന്തി. കുട്ടികൾ ഓർമ്മയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കണം. ശരീരവുമുണ്ട്. ശരീരമില്ലാതെ ഇരിക്കുക എന്നല്ല. എന്നാൽ ബാബ പറയുന്നു, ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി ഇരിക്കൂ. ദേഹി അഭിമാനമാണ് ശുദ്ധം, ദേഹ അഭിമാനമാണ് അശുദ്ധം. നിങ്ങൾക്കറിയാം, ദേഹി അഭിമാനി ആകുന്നതിലൂടെ നമ്മൾ ശുദ്ധ പവിത്രമായിരിക്കുന്നു. ദേഹ അഭിമാനി ആയതിലൂടെ അശുദ്ധവും അപവിത്രവുമായിരുന്നു. വിളിക്കുന്നുമുണ്ട്, അല്ലയോ പതിത പാവന, വരൂ. പാവന ലോകമുണ്ടായിരുന്നു, ഇപ്പോൾ പതിതമാണ്. വീണ്ടും പാവന ലോകം തീർച്ചയായും ഉണ്ടാകും. സൃഷ്ടിയുടെ ചക്രം കറങ്ങും. ആര് ഈ സൃഷ്ടിചക്രത്തെ അറിയുന്നോ അവരെയാണ് പറയുന്നത് സ്വദർശന ചക്രധാരി. നിങ്ങൾ ഓരോരുത്തരും സ്വദർശന ചക്രധാരികളാണ്. സ്വയം ആത്മാവിന് സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ജ്ഞാനം ആരാണ് തന്നത്? തീർച്ചയായും അവർ സ്വദർശന ചക്രധാരി ആയിരിക്കും. ബാബയ്ക്കല്ലാതെ മറ്റൊരു മനുഷ്യനും പഠിപ്പിക്കാൻ സാധിക്കില്ല. പരമമായ ആത്മാവായ ബാബ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ദേഹി അഭിമാനിയാകൂ. സത്യുഗത്തിൽ ഈ ജ്ഞാനം അഥവാ പഠിപ്പ് നൽകുന്നതിന്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. അവിടെ ഭക്തിയും ഉണ്ടായിരിക്കില്ല. ജ്ഞാനത്തിലൂടെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ബാബ ശ്രീമതം നൽകുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ശ്രേഷ്ഠമാകാം. നിങ്ങൾക്കറിയാം, നമ്മൾ ശവപ്പറമ്പിലേതായിരുന്നു. ഇപ്പോൾ ബാബ ശ്രേഷ്ഠ സ്വർഗവാസിയാക്കുന്നു. ഈ പഴയ ലോകം ശവപ്പറമ്പാകണം. മൃത്യു ലോകത്തെ ശവപ്പറമ്പെന്ന് തന്നെയാണ് പറയുക. സ്വർഗമെന്ന് പുതിയ ലോകത്തെ പറയുന്നു. ഡ്രാമയുടെ രഹസ്യം ബാബ മനസ്സിലാക്കി തരികയാണ്. ഈ മുഴുവൻ സൃഷ്ടിയെയും വൈക്കോൽ കൂന എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, മുഴുവൻ സൃഷ്ടിയിലും ഈ സമയം രാവണന്റെ രാജ്യമാണ്. ദസറയും ആഘോഷിക്കുന്നുണ്ട്. എത്ര സന്തോഷമാണ്. ബാബ പറയുന്നു, എല്ലാ കുട്ടികളെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്കും പഴയ രാവണ ലോകത്തിൽ വരേണ്ടി വരുന്നു. ഒരു കഥ കേൾപ്പിക്കാറുണ്ട്. ആരോ ചോദിച്ചു, നിങ്ങൾക്കാദ്യം സുഖം വേണോ അതോ ദുഃഖം വേണോ? അപ്പോൾ പറഞ്ഞു, സുഖം വേണം. സുഖത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ യമദൂതൻ പോലെ ആർക്കും വരാൻ സാധിക്കില്ല. ഇതും ഒരു കഥയാണ്. ബാബ പറയുന്നു, സുഖധാമത്തിൽ ഒരിക്കലും കാലൻ വരുന്നില്ല. അമരപുരി ആകുന്നു. നിങ്ങൾ മരണത്തിനു മേൽ വിജയം നേടുന്നു. നിങ്ങൾ എത്ര സർവശക്തിമാനാകുകയാണ്. അവിടെ ഒരിക്കലും ഇങ്ങനെ പറയില്ല, ഇന്നയാൾ മരിച്ചുപോയി. മരണത്തിന്റെ പേര് തന്നെ ഇല്ല. ഒരു വസ്ത്രം മാറ്റി അടുത്തതെടുത്തു. സർപ്പവും തോല് മാറ്റാറില്ലേ? നിങ്ങളും പഴയ തോൽ ഉപേക്ഷിച്ച് പുതിയ തോൽ അർത്ഥം ശരീരത്തിലേക്ക് വരും. അവിടെ 5 തത്വവും സത്തോ പ്രധാനമാകുന്നു.
എല്ലാ വസ്തുക്കളും സത്തോ പ്രധാനമാകുന്നു. ഓരോ വസ്തുക്കളും ഫലങ്ങളുമെല്ലാം അതിശ്രേഷ്ഠമായിരിക്കും. സത്യുഗത്തെ പറയുന്നത് തന്നെ സ്വർഗമെന്നാണ്. അവിടെ വളരെ ധനവാനായിരുന്നു. ഇവരെ പോലെ സുഖിയും വിശ്വത്തിന്റെ അധികാരിയുമായി മാറാൻ ആർക്കും സാധിക്കില്ല. ബാബയുടെ കൈ എല്ലാവർക്കും ലഭിക്കുന്നില്ല. ബാബയുടെ കൈ ലഭിക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ കൈ പിന്നീട് മറ്റുള്ളവർക്ക് ലഭിക്കുന്നു. അവരുടേത് പിന്നീട് മറ്റുള്ളവർക്ക് ലഭിക്കുന്നു. ഏതുപോലെയാണോ നീന്തൽ വിദഗ്ധർ ഓരോരുത്തരെയായി അക്കരെ എത്തിക്കുന്നത്, നിങ്ങളും മാസ്റ്റർ തോണിക്കാരാണ്. അനേകം തോണിക്കാരുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജോലി തന്നെ ഇതാണ്. നമ്മൾ ഓരോരുത്തരുടെയും തോണി അക്കരെ എത്തിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. തോണിക്കാരന്റെ മക്കൾ തോണിക്കാരാകുന്നു. പേരെത്ര സാധാരണമാണ്. പൂന്തോട്ടക്കാരൻ, തോണിക്കാരൻ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ കാണുന്നു. നിങ്ങൾ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മചിഹ്നം മുന്നിൽ നിൽക്കുന്നുണ്ട്. താഴെ രാജയോഗ തപസ്യ, മുകളിൽ രാജധാനിയും നിൽക്കുന്നു. ദിൽവാഡ എന്ന പേരും വളരെ നല്ലതാണ്. ബാബ എല്ലാവരുടെയും ഹൃദയം കവരുന്നു. എല്ലാവരുടെയും സദ്ഗതി നടത്തുന്നു. ഹൃദയം കവരുന്ന ആൾ ആരാണ്? ഇതാർക്കും തന്നെ അറിയില്ല. ബ്രഹ്മാവിന്റെ അച്ഛൻ ശിവബാബയാണ്. എല്ലാവരുടെയും ഹൃദയം കവരുന്നത് പരിധിയില്ലാത്ത പിതാവ് തന്നെ ആയിരിക്കും. തത്വങ്ങൾ മുതലായ എല്ലാത്തിന്റെയും മംഗളം ചെയ്യുന്നു. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മറ്റ് ധർമ്മത്തിലുള്ളവരുടെ ശാസ്ത്രം മുതലായവ എല്ലാം സ്ഥിരമാണ്. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നത് തന്നെ സംഗമത്തിലാണ്. പിന്നീട് വിനാശമുണ്ടാകുന്നു. ഒരു ശാസ്ത്രവും അവശേഷിക്കില്ല. ശാസ്ത്രങ്ങൾ ഭക്തിമാർഗത്തിന്റെ അടയാളമാണ്. ഇതാണ് ജ്ഞാനം. വ്യത്യാസം കണ്ടില്ലേ? ഭക്തി അളവറ്റതുണ്ട്. ദേവിമാരുടെ എല്ലാം പൂജയിൽ എത്ര ചിലവാണ് വരുന്നത്. ബാബു പറയുന്നു, ഇതിലൂടെ അല്പകാലത്തെ സുഖമാണ് ഉള്ളത്. ഏതേത് ഭാവനയാണോ വെക്കുന്നത് അത് പൂർത്തിയാകുന്നു. ദേവിമാരെ അലങ്കരിച്ച് ആർക്കെങ്കിലും സാക്ഷാത്കാരമുണ്ടായാൽ അത് മതി. വളരെ സന്തോഷിക്കുന്നു. പ്രയോജനമൊന്നും തന്നെയില്ല. മീരയെക്കുറിച്ചും പാടിയിട്ടുണ്ട്. ഭക്തമാലയില്ലേ? സ്ത്രീകളിൽ മീര, പുരുഷന്മാരിൽ ഭക്ത ശിരോമണിയായി നാരദനെയാണ് മാനിക്കുന്നത്. നിങ്ങൾ കുട്ടികളിലും നമ്പർ വൈസാണ്. മാലയിലെ മുത്തുകൾ ധാരാളമുണ്ട്. മുകളിൽ പുഷ്പം ബാബയാണ്. പിന്നീട് ദമ്പതിമാരായ മേരു. പുഷ്പത്തെ എല്ലാവരും നമസ്കരിക്കുന്നു. ഓരോ മുത്തിനെയും നമസ്കരിക്കുന്നു. രുദ്രയജ്ഞം രചിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ പൂജ ശിവന്റേതാണ് ചെയ്യുന്നത്. സാളിഗ്രാമങ്ങളുടേത് ഇത്രയും ചെയ്യുന്നില്ല. എല്ലാവരുടെയും സങ്കല്പം ശിവനിലേക്കായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിവബാബയിലൂടെ തന്നെയാണ് സാളിഗ്രാമങ്ങൾ ഇത്രയും തീവ്രമായത്. അങ്ങനെ നിങ്ങളിപ്പോൾ പാവനമായിക്കൊണ്ടിരിക്കുന്നു. പതീത പാവനനായ ബാബയുടെ കുട്ടികൾ, നിങ്ങളും മാസ്റ്റർ പതീത പാവനനാണ്. അഥവാ ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ നയാ പൈസയുടെ പദവിയായിരിക്കും ലഭിക്കുക. എന്നാലും ബാബയുമായി കണ്ടുമുട്ടിയില്ലേ? അതും കുറഞ്ഞ കാര്യമല്ല. എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. കൃഷ്ണനെ പറ്റിയല്ല പറയുന്നത്. കൃഷ്ണൻ ആരുടെ അച്ഛനാകും? കൃഷ്ണനെ പിതാവെന്ന് പറയില്ല. മകനെ അച്ഛനെന്ന് ഒരിക്കലും പറയില്ല. അച്ഛനെന്ന് പറയുക ദമ്പതിമാരായി മക്കളുണ്ടാകുമ്പോഴാണ്. പിന്നെ മക്കൾ അച്ഛനെന്ന് വിളിക്കും. മറ്റാർക്കും അച്ഛനെന്ന് വിളിക്കാൻ സാധിക്കില്ല. ബാക്കി എല്ലാ പ്രായം ചെന്നവരെയും ബാപ്പുജി എന്ന് വിളിക്കാറുണ്ട്. ഈ ശിവബാബ എല്ലാവരുടെയും അച്ഛനാണ്. വിശ്വസാഹോദര്യത്തെക്കുറിച്ച് പറയാറുമുണ്ട്. ഈശ്വരനെ സർവവ്യാപിയെന്ന് പറയുന്നതിലൂടെ വിശ്വപിതൃത്വമാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് വലിയ വലിയ സഭകളിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും.
എപ്പോഴും പ്രഭാഷണത്തിന് പോകുമ്പോൾ ഏത് ടോപ്പിക്കിലാണോ പ്രഭാഷണം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിചാരസാഗര മന്ഥനം ചെയ്ത് എഴുതണം. ബാബയ്ക്ക് വിചാരസാഗര മന്ഥനം ചെയ്യേണ്ടതില്ല. കൽപ്പം മുൻപ് എന്ത് കേൾപ്പിച്ചിരുന്നുവോ അത് കേൾപ്പിച്ചു പോകും. നിങ്ങൾക്ക് ടോപ്പിക്കുകളിൽ മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം എഴുതി പിന്നീട് പഠിക്കണം. ഭാഷണത്തിന് ശേഷം പിന്നീട് സ്മൃതിയിൽ വരുന്നു, ഇന്ന ഇന്ന പോയിന്റുകൾ പറഞ്ഞില്ല, ഇത് മനസ്സിലാക്കി കൊടുത്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ചില പോയിന്റുകൾ മറന്നുപോകുക ഇത് സംഭവിക്കാറുണ്ട്. ഏറ്റവും ആദ്യം പറയണം, സഹോദരീ സഹോദരന്മാരെ, ആത്മാഭിമാനിയായി ഇരിക്കൂ. ഇതൊരിക്കലും മറക്കരുത്. ഇങ്ങനെ ആരും വാർത്തകൾ എഴുതാറില്ല. ഏറ്റവും ആദ്യം എല്ലാവരോടും പറയണം, ആത്മ അഭിമാനിയായി ഇരിക്കൂ. നിങ്ങൾ ആത്മാവ് അവിനാശിയാണ്. ഇപ്പോൾ ബാബ വന്ന് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. നമ്മുടെ പിതാവ് മംഗളകാരിയായ ശിവനാണ്. നമ്മൾ ആത്മാക്കൾ ശിവന്റെ മക്കളാണ്. ബാബ പറയുന്നു, ആത്മ അഭിമാനിയാകൂ. ഞാൻ ആത്മാവാണ്. ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ബാബയുടെ നിർദ്ദേശമാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ആളുകൾ ഗീത വായിക്കാറുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ പറയുന്നുണ്ട്, എന്നാൽ അർത്ഥം ഒന്നും തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ബാബ സേവനത്തിനുള്ള നിർദ്ദേശം നൽകുന്നു. ശിവബാബ പറയുന്നു, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ശിവബാബയെ ഓർമ്മിക്കൂ. അവർ മനസ്സിലാക്കുന്നത് കൃഷ്ണനാണ് പറഞ്ഞതെന്നാണ്. നിങ്ങൾ പറയും, ശിവബാബയാണ് ഞങ്ങൾ കുട്ടികളോട് എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നത്. എത്രത്തോളം എന്നെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സതോ പ്രധാനമായി ഉയർന്ന പദവി നേടും. ലക്ഷ്യവും മുന്നിലുണ്ട്. പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി നേടണം. മറുവശത്തുള്ളവർ അവരുടെ ധർമ്മത്തിൽ ഉയർന്ന പദവി നേടും. നമ്മൾ മറ്റു ധർമ്മങ്ങളിലേക്ക് പോകില്ല. അവർ വരുന്നത് തന്നെ പിന്നാലെയാണ്. അവരും അറിയുന്നുണ്ട് അവർക്ക് മുൻപ് സ്വർഗമുണ്ടായിരുന്നുവെന്ന്. ഭാരതം ഏറ്റവും പ്രാചീനമാണ്. എന്നാൽ എപ്പോഴാണ് ഉണ്ടായിരുന്നത് അതാർക്കും അറിയില്ല. അവരെ ഭഗവാൻ ഭഗവതി എന്നും പറയുന്നുണ്ട്. എന്നാൽ ബാബ പറയുന്നു, ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധിക്കില്ല. ഭഗവാൻ ഞാൻ ഒരാൾ മാത്രമാണ്. നമ്മൾ ബ്രാഹ്മണരാണ്. ബാബയെ ബ്രാഹ്മണനെന്ന് പറയില്ല. ബാബ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ബാബയ്ക്ക് ശരീരത്തിന്റെ പേരില്ല. നിങ്ങളെല്ലാവർക്കും ശരീരത്തിന്റെ പേര് വരുന്നു. ആത്മാവ് ആത്മാവ് തന്നെയാണ്. ബാബയും പരമമായ ആത്മാവാണ്. ആ ആത്മാവിന്റെ പേരാണ് ശിവൻ. ശിവൻ നിരാകാരനാണ്. സൂക്ഷ്മ ശരീരവുമില്ല, സ്ഥൂല ശരീരവുമില്ല. ആകാരമേ ഇല്ല എന്നല്ല. ഏതൊന്നിനാണോ പേരുള്ളത് അതിന് ആകാരവും തീർച്ചയായും ഉണ്ട്. നാമവും രൂപവുമില്ലാത്ത ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. പരമാത്മാവായ ബാബയെ നാമരൂപത്തിൽ നിന്ന് വേറിട്ടതെന്ന് പറയുക എത്ര വലിയ അജ്ഞാനമാണ്. അച്ഛനും നാമരൂപത്തിൽ നിന്ന് വേറിട്ടത്, മക്കളും നാമരൂപത്തിൽ നിന്ന് വേറിട്ടത് എങ്കിൽ പിന്നെ സൃഷ്ടി തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഗുരുക്കന്മാർ അന്തിമത്തിൽ മനസ്സിലാക്കും. ഇപ്പോൾ അവരുടെ രാജ്യമാണ്. നിങ്ങളിപ്പോൾ ഡബിൾ അഹിംസകരാകുന്നു. ദേവീ ദേവതാ ധർമ്മത്തിന്റെ പരമമായ ധർമ്മം അഹിംസയാണ്. ഡബിൾ അഹിംസകരെന്ന് പാടിയിട്ടുണ്ട്. ആരെയെങ്കിലും കയ്യോങ്ങുക, ദുഃഖം നൽകുക, അതും ഹിംസയായി. ബാബ ദിനം പ്രതി മനസ്സിലാക്കി തരുന്നുണ്ട്. മനസ്സാ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. മനസ്സിൽ തീർച്ചയായും വരും. സത്യുഗത്തിൽ മനസ്സിൽ പോലും വരില്ല. ഇവിടെയാണെങ്കിൽ മനസ്സിലും വാക്കിലും കർമ്മത്തിലും വരുന്നു.
ഈ വാക്ക് നിങ്ങൾ അവിടെ കേൾക്കുക പോലുമില്ല. അവിടെ സത്സംഗം മുതലായവയും ഉണ്ടായിരിക്കില്ല. സത്സംഗം ഉണ്ടാകുന്നത് സത്യത്തിലൂടെ മാത്രമാണ്, സത്യമാകുന്നതിന് വേണ്ടി. സത്യമായുള്ളത് ഒരേ ഒരു ബാബ മാത്രമാണ്. ബാബ ഇരുന്ന് നരനിൽ നിന്ന് നാരായണനാകുന്നതിനുള്ള കഥ കേൾപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ നരനിൽ നിന്ന് നാരായണനാകുന്നു. പിന്നീട് ഭക്തിമാർഗത്തിൽ സത്യനാരായണന്റെ കഥ വളരെ പ്രിയത്തോടെ കേൾക്കുന്നു. നിങ്ങളുടെ ഓർമ്മചിഹ്നം ദിൽവാഡ ക്ഷേത്രം നോക്കൂ, എത്ര നല്ലതാണ്. തീർച്ചയായും സംഗമത്തിൽ ഹൃദയം കവർന്നിട്ടുണ്ടായിരിക്കും. ആദിദേവനും ദേവിയും കുട്ടികളും ഇരിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ ഓർമ്മചിഹ്നം. അതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നിങ്ങളുടെ തന്നെ ഓർമ്മചിഹ്നമാണ്. ഇതും അത്ഭുതമല്ലേ? ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ പറയും, ഞങ്ങൾ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. തമോ പ്രധാനം അർത്ഥം യാചകനായി. പുനർജന്മം തീർച്ചയായും എടുക്കില്ലേ? രാജകുമാരനായിരുന്ന ശ്രീകൃഷ്ണൻ ഇപ്പോൾ യാചകനാണ്. കറുപ്പും വെളുപ്പും. നിങ്ങൾക്കറിയാം ഭാരതം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ്? ബാബ ദരിദ്രരുടെ തോഴനാണ്. മനുഷ്യർ ദാനപുണ്യവും ഈശ്വരാർത്ഥം ദരിദ്രർക്കാണ് നൽകാറുള്ളത്. വളരെ പേർക്ക് ധാന്യം ലഭിക്കുന്നില്ല. മുന്നോട്ടു പോകവേ നിങ്ങൾ കാണും, വലിയ വലിയ ധനവാന്മാർക്ക് പോലും ധാന്യം ലഭിക്കില്ല. ഗ്രാമങ്ങളിലും ധനവാന്മാർ വസിക്കുന്നില്ലേ? അവരെ പിന്നീട് കള്ളന്മാർ കൊള്ളയടിക്കുന്നു. പദവിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ? ബാബ പറയുന്നു, ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യൂ, അതിലൂടെ 1-ാം നമ്പറിലേക്ക് പോകൂ. ടീച്ചറുടെ ജോലിയാണ് ജാഗരൂകരാക്കുക. പദവിയോടെ വിജയിക്കണം. ഇതാണ് പരിധിയില്ലാത്ത പാഠശാല. ഇത് തന്നെയാണ് രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള രാജയോഗം. വീണ്ടും പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കണം. അല്ല എങ്കിൽ എവിടെ രാജ്യം ഭരിക്കും? ഇതാണെങ്കിൽ പതീതമായ ഭൂമിയാണ്. മനുഷ്യർ പറയുന്നു ഗംഗ പതീത പാവനിയാണെന്ന്. ബാബ പറയുന്നു, ഈ സമയം 5 തത്വം മുഴുവനും തമോ പ്രധാന പതീതമാണ്. മുഴുവൻ മാലിന്യവും അഴുക്കുമെല്ലാം അതിൽ പോയാണ് പതിക്കുന്നത്. മത്സ്യം മുതലായവയും അതിൽ വസിക്കുന്നുണ്ട്. ജലവും ഒരു ലോകം പോലെ തന്നെയാണ്. ജലത്തിൽ എത്ര ജീവജാലങ്ങളാണ് വസിക്കുന്നത്. വലിയ വലിയ സാഗരത്തിൽ നിന്ന് പോലും എത്ര ഭക്ഷ്യവസ്തുക്കളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാമമായില്ലേ? ഗ്രാമത്തെ പിന്നെങ്ങനെയാണ് പതീത പാവനനെന്ന് പറയുന്നത്? ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമധുരമായ കുട്ടികളെ, പതീത പാവനൻ ഒരു ബാബയാണ്. നിങ്ങളുടെ ആത്മാവും ശരീരവും പതീതമായിരിക്കുന്നു. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമാകും. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരി സുന്ദരന്മാരായി മാറുന്നു. അവിടെ രണ്ടാമതൊരു ഖണ്ഡം ഉണ്ടായിരിക്കില്ല. ഭാരതത്തിന്റേത് തന്നെയാണ് ഓൾറൗണ്ട് പാർട്ട്. നിങ്ങളെല്ലാവരും ഓൾറൗണ്ടറാണ്. നാടകത്തിൽ അഭിനേതാക്കൾ നമ്പർ വയസ്സായി വന്നു പോകുന്നു. ഇതും അങ്ങനെയാണ്. ബാബ പറയുന്നു, നിങ്ങൾ നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കൂ. നമ്മൾ പതീത പാവനനായ ഈശ്വരന്റെ വിദ്യാർത്ഥികളാണ്. ഇതിലെല്ലാം വന്നു. പതീത പാവനനുമായി ടീച്ചറും ഗുരുവും ആയി, അച്ഛനുമായി. അതും നിരാകാരൻ. ഇതാണ് നിരാകാരനായ ഈശ്വരീയ പിതാവിന്റെ വിശ്വവിദ്യാലയം. എത്ര നല്ല പേരാണ്. ഈശ്വരന്റെ എത്ര മഹിമയാണ് ചെയ്യുന്നത്. എന്നാൽ വസ്തുവെന്താണ്? ഒരു ബിന്ദു. അതിൽ എത്രയാണ് പാർട്ട് അടങ്ങിയിരിക്കുന്നത്? ഇപ്പോൾ ബാബ പറയുന്നു, ദേഹമുണ്ടായിട്ടും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും എന്നെ മാത്രം ഓർമ്മിക്കൂ. ഭക്തിമാർഗത്തിൽ ആരാണോ അന്ധമായ ഭക്തി ചെയ്യുന്നത് അതിനെ പറയുന്നു സതോ പ്രധാന തീവ്രഭക്തി. എത്ര തീവ്രമായ ഭക്തിയാണ്! ഇപ്പോൾ തീവ്രമായ വേഗം വേണം. ഓർമ്മയുടെ
തീവ്രമായി ഓർമ്മിക്കുന്നവരുടെ തന്നെ പേരാണ് പ്രസിദ്ധമാകുക. വിജയമാലയുടെ മുത്താകും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. നരനിൽ നിന്ന് നാരായണനാകുന്നതിന് വേണ്ടി ദിവസവും സത്യമായ ബാബയിൽ നിന്ന് കേൾക്കണം. സത്സംഗം ചെയ്യണം. ഒരിക്കലും മനസാ വാചാ കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. 2. വിജയമാലയിലെ മുത്താകുന്നതിന് അല്ലെങ്കിൽ പദവിയോടെ വിജയിക്കുന്നതിന് വേണ്ടി ഓർമ്മയുടെ വേഗത വർദ്ധിപ്പിക്കണം. മാസ്റ്റർ പതീത പാവനനായി എല്ലാവരെയും പാവനമാക്കുന്നതിന്റെ സേവനം ചെയ്യണം. വരദാനം: പരമാത്മസ്മരണയുടെ മടിത്തട്ടിൽ അലിയുന്ന സംഗമയുഗി ശ്രേഷ്ഠ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗം സത്യയുഗി സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ മഹിമയാണ് ബ്രാഹ്മണരുടെ ലോകത്ത് അപ്രാപ്തമായി യാതൊരു വസ്തുവുമില്ല. ഒരു ബാബയെ ലഭിച്ചുവെങ്കിൽ എല്ലാം ലഭിച്ചു. ഇപ്പോൾ താങ്കൾ കുട്ടികൾ ഇടയ്ക്ക് അതീന്ദ്രിയ സുഖത്തിന്റെ ഊഞ്ഞാലിലാടുന്നു. ഇടയ്ക്ക് സന്തോഷം, ഇടയ്ക്ക് ശാന്തി, ഇടയ്ക്ക് ജ്ഞാനം, ഇടയ്ക്ക് ആനന്ദം, ഇടയ്ക്ക് പരമാത്മ മടിത്തട്ടിന്റെ ഊഞ്ഞാലിൽ ആടുന്നു. പരമാത്മ മടിത്തട്ടാണ് ഓർമ്മയുടെ ലവ്ലീന അവസ്ഥ. ഈ മടിത്തട്ട് സെക്കൻഡിൽ അനേക ജന്മത്തെ ദുഃഖവേദനകൾ മറപ്പിക്കുന്നു. അപ്പോൾ ഈ ശ്രേഷ്ഠ സംസ്കാരത്തെ സദാ സ്മൃതിയിൽ വെച്ച് ഭാഗ്യശാലി ആത്മാവാകൂ. സ്ലോഗൻ: ഇങ്ങനെ സത്പുത്രരാകൂ. ബാബ താങ്കളുടെ ഗീതം പാടട്ടെ, താങ്കൾ ബാബയുടെ ഗീതം പാടട്ടെ. അവ്യക്ത സൂചന: സ്വയവും സർവരെയും പ്രതി മനസ്സാ യോഗത്തിന്റെ ശക്തികളെ പ്രയോഗിക്കൂ. ആദ്യം സ്വയത്തെ പ്രതി യോഗത്തിന്റെ ശക്തികളെ പ്രയോഗിച്ചു നോക്കൂ. ഓരോ മാസത്തേക്കും ഓരോ 15 ദിവസത്തേക്കും എന്തെങ്കിലും വിശേഷ ഗുണം അഥവാ എന്തെങ്കിലും വിശേഷ ശക്തി സ്വയത്തെ പ്രതി ഉപയോഗിച്ചു നോക്കൂ. എന്തെന്നാൽ സംഘടനയിൽ അഥവാ സംബന്ധ സമ്പർക്കത്തിൽ പരീക്ഷകൾ വരിക തന്നെ ചെയ്യും. അതിനാൽ ആദ്യം അവനവനുമേൽ പ്രയോഗിച്ച് പരിശോധിക്കൂ. ഏതെങ്കിലും പരീക്ഷ വരുമ്പോൾ ഏത് ഗുണം അഥവാ ശക്തി പ്രയോഗിക്കുമ്പോൾ എത്ര സമയത്തിൽ സഫലത ലഭിച്ചു. സ്വയത്തെ പ്രതി സഫലമാകുമ്പോൾ മറ്റുള്ളവരെ പ്രതിയും പ്രയോഗിക്കുന്നതിനുള്ള ഉണർവും ഉത്സാഹവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.